ഹായ് ഫ്രണ്ട്സ്, മിറാൻ്റെ സിറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ദേവസ്വല എന്ന തമിഴ്നാട്ടിലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ടുള്ള നെല്ലറച്ചാലിൻ്റെ ഭംഗിയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. നല്ല പ്രകൃതി രമണീയമായ നല്ല ഭംഗിയുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നെല്ലറച്ചാൽ. അധികം തിരക്കുകളൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു ലേക്കും അതിന് ചുറ്റും മേഡോസാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നടുക്കൊരു ലേക്കുമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം. നല്ലൊരു സ്പോട്ടാണ്. വയനാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വയനാട് യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം 11:30 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുള്ളൂ. നല്ല വെയിലുള്ള സമയമാണെങ്കിലും വളരെ കാറ്റും തണുപ്പും ഒക്കെ ഉള്ള നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട്. ഇത് കണ്ടോ, മീഡോസിനാൽ ചുറ്റപ്പെട്ട് ഒരു തടാകം, അതിൽ ആമ്പൽപ്പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ആമ്പലിൻ്റെ ചെടികളും ഒക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. അവിടെ 1-2 ചെറിയൊരു മരങ്ങളുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് അധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ആളുകളൊക്കെ വന്നു തുടങ്ങുന്നത്. ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടുത്തൊരു ഡെസ്റ്റിനേഷനാണിത്, നെല്ലറച്ചാൽ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ്. എത്ര പറഞ്ഞാലും തീരാത്തത്ര ഭംഗിയാണ്. ഇത് നിങ്ങൾ അവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം. വളരെ ശാന്തമായിട്ടുള്ള ലേക്കും അതിന് ചുറ്റും പുൽത്തകിടുകളും പോലെയുള്ള കുന്നുകളും, ചുറ്റും കുന്നുകളാൽ ചുറ്റപ്പെട്ട് പുൽത്തകിടുകൾ കൊണ്ടുള്ള കുന്നുകളാൽ ചുറ്റപ്പെട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ കുറേ നേരം ഇരിക്കാനും നമുക്ക് എത്ര നേരം ഇരുന്നാലും ബോറടിക്കില്ല. ആമ്പൽ പൂക്കളും എല്ലാമാണ് കാണുന്നത്, ആമ്പൽ ചെടികളാണ് കാണുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഇതുപോലെ ശാന്തമായ ഇടങ്ങളിൽ, തിരക്ക് കുറഞ്ഞ ഇടങ്ങളിൽ യാത്ര ചെയ്യാനും അങ്ങനെ പ്രകൃതിയുടെ മനോഹാരിതയിൽ യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണിത്. പ്രകൃതി വളരെ സുന്ദരിയായി നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ വയനാട് യാത്രയിൽ ഈ ഒരു ഡെസ്റ്റിനേഷനും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾ വയനാട് പോകുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വന്ന് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.